ഹായ് ഓൾ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷനും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇനി ഇത് അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡെഫിനിഷൻ, ഫോർമുല, അതുപോലെ തന്നെ ക്രൈറ്റീരിയ, പിന്നെ മീൻ, വേരിയൻസ്, MGF ഇത്രയും കാര്യങ്ങളായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമുക്ക് ഫസ്റ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ നോക്കാം. സോ it can be simply said as a probability of a success or failure outcome in an experiment. അതായത് നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുകയാണ്, അതും ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ ടൈംസ്. അങ്ങനെ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റിന് ഓൺലി സക്സസ് ആൻഡ് ഫെയിലിയർ ആണ് ഔട്ട്കം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്പെരിമെന്റിനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. സോ ആദ്യത്തെ തന്നെ രണ്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഒന്ന് അത് സക്സസ് ആൻഡ് ഫെയിലിയർ എന്ന് പറയുന്ന ടു ഔട്ട്കംസ് മാത്രമേ പോസിബിൾ ആവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത് എക്സ്പെരിമെന്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് n മൾട്ടിപ്പിൾ ടൈംസ്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജിയോമെട്രിക്ക് പറഞ്ഞ പോലെ തന്നെ കോയിൻ ഈസ് ടോസിങ് ആൻഡ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പൊ ഹെഡ് സക്സസ് ആണെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ്? ടെയിൽ ആണ്. സോ അങ്ങനെ രണ്ട് പോസിബിൾ ഔട്ട്കംസ് ആണ് അവിടെ പോസിബിൾ ആയിട്ട് വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ജിയോമെട്രിക്കിൽ പറഞ്ഞൊരു കാര്യം ഇവിടെ ഡിഫറൻസ് വരുന്നത് എന്താന്ന് വെച്ചാൽ, ജിയോമെട്രിക്കിൽ നമ്മൾ എങ്ങനെയാ കണ്ടത്? ഫസ്റ്റ് സക്സസ് വരുന്ന വരെയുള്ള ഫെയിലിയേഴ്സ്, നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ആണ് നമ്മൾ അവിടെ എടുത്തത്. പക്ഷെ ഇവിടെ നമ്മൾ എത്ര ടൈംസ് ആണോ ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ n ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി ക്രൈറ്റീരിയസ് ആണ് വരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ. ഈ മൂന്ന് ക്രൈറ്റീരിയാസോടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഡെഫിനിഷൻസ് ഒക്കെ എഴുതുമ്പോൾ അതിൽ നമുക്ക് സബ് പോയിന്റ്സ് ആയിട്ട് ഇത് എഴുതാം. ഓക്കെ, ദ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓർ ട്രയൽസ് മസ്റ്റ് ബി ഫിക്സ്ഡ്. അതായത് നമ്മളിപ്പം എത്ര തവണയാണ് ആ ഒരു എക്സ്പെരിമെന്റ് എത്ര തവണയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഫിക്സ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു എക്സ്പെരിമെന്റ് ഒറ്റ തവണ കണ്ടക്ട് ചെയ്യുന്നതിനേക്കാളും അതൊരു സർട്ടൻ ടൈംസ് മോർ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രോബിലിറ്റി ഫിഗർ ഔട്ട് ചെയ്യാൻ എളുപ്പം. സോ അതാണ് അങ്ങനെ പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ദ ഈച്ച് ഒബ്സർവേഷൻ ഓർ ട്രയൽ മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ്. അതായത് നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഇപ്പം സപ്പോസ് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. അപ്പൊ അതിൽ നമ്മൾ കോയിൻ ഒറ്റ തവണ ടോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈം അത് ടോസ് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് ഇവന്റ് തമ്മിൽ എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് സെക്കൻഡ് വൺ. ദെൻ തേർഡ് criteria is the probability of success must be exactly the same from one trial to another. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ കോയിൻ ടോസ് ചെയ്യാണ്. സപ്പോസ് നമ്മൾ ഈ കോയിൻ ഒരു 8 ടൈംസ് ആണ് ടോസ് ചെയ്യുന്നതെന്ന് വെച്ചു. ദെൻ നമ്മൾ ഈ 8 ടൈംസ് ടോസ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയും. ആദ്യം സക്സസ് എന്താ നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്താണ് ഇപ്പൊ ഹെഡ് കിട്ടുന്നതാണ് സക്സസ് എന്നുണ്ടെങ്കിൽ ഈ 8 ടൈംസ് നമ്മൾ ടോസ് ചെയ്യുമ്പോഴും നമ്മുടെ സക്സസ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ ഈ 3 ക്രൈറ്റീരിയാസ്. സോ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല നോക്കാം. ഫോർമുല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: NCX ഇൻറ്റു P റേസ് ടു X ഇൻറ്റു 1 മൈനസ് P ദ ഹോൾ റേസ് ടു N മൈനസ് X. സോ നമുക്കിവിടെ ഈ 1 മൈനസ് Pനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? P എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണെങ്കിൽ 1 മൈനസ് P എന്ന് പറയുന്നത് Q എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെയും കൂടെ എഴുതാം: NCX ഇൻറ്റു P റേസ് ടു X ഇൻറ്റു Q റേസ് ടു N മൈനസ് X. അങ്ങനെ നമുക്ക് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എഴുതാം. രണ്ടാണേലും സെയിം ആണ്. സോ X എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സക്സസസ്. P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ട്രയൽ ആൻഡ് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽ. ഓക്കെ, ദെൻ ഓക്കെ, ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും നോക്കാം. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NP. അതായത് n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് എക്സ്പെരിമെന്റ് ഈസ് കണ്ടക്ടഡ്. P എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് സക്സസ്. സോ mu is basically mean is equal to NP. Then വേരിയൻസ് ഇതെന്താണ്? SD യുടെ സ്ക്വയർ എന്താണ് വരിക? NPQ. അതാണ് വേരിയൻസ് എന്ന് പറയുന്നത്.
So mean the formula NP and variance is equal to NPQ. Then okay, നമുക്കിനി മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ അതിന്റെ ഇക്വേഷൻ വരുന്നത് Q പ്ലസ് P e raised to T the whole raised to N. ഇവിടെ Q എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ, P എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ്. പിന്നെ നമുക്ക് ഈ Qനെ ഇൻ ടേംസ് ഓഫ് P എഴുതാം. ബോത്ത് ആർ സെയിം. അപ്പം ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. MGF ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ is equal to Q plus P e raised to T the whole raised to N. ഓക്കെ, അത്രേ ഉള്ളൂ.